ദിവ്യകാരുണ്യം സ്വീകരിക്കണമെന്ന അടങ്ങാത്ത ആഗ്രഹത്താൽ ആശുപത്രി കിടക്കയിൽ വെച്ച് ആദ്യ കുർബാന സ്വീകരണം നടത്തിയ ബ്രസീലിലെ കൊച്ചുമിടുക്കി ഗബ്രിയേല തന്റെ ഇടയന്റെ സന്നിധിയിലേക്ക് യാത്രയായി. തന്റെ വിശ്വാസ തീക്ഷ്ണത കൊണ്ട് ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഗബ്രിയേലയുടെ മരണം ഹൃദയമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ഇടെയാണ് സംഭവിച്ചത്. 10 വയസ്സുകാരിയായ ഗബി എന്ന് വിളിക്കപ്പെടുന്ന ഗബ്രിയേല റൊമാനോസ്കി ഡി ആൻഡ്രഡെ കഴിഞ്ഞ ഒക്ടോബറിലായിരുന്നു ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ടത്. ഹൃദയത്തിന്റെ പേശികളെ ഗുരുതരമായി ബാധിക്കുന്ന കാർഡിയോ മയോപ്പതി എന്ന രോഗമായിരുന്നു അവളെ പിടികൂടിയത്. ആദ്യ കുർബാന സ്വീകരണത്തിനുള്ള തയ്യാറെടുപ്പുകളുടെ നടുവിലായിരുന്നു കൊച്ചു ഗബിയെ രോഗം ബാധിച്ചത്. രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും തന്റെ ഈശോയെ ദിവ്യകാരുണ്യത്തിലൂടെ സ്വീകരിക്കണമെന്ന സ്വപ്നം ആ കൊച്ചുമിടുക്കി തന്റെ മനസ്സിൽ കെടാതെ കാത്തുസൂക്ഷിച്ചു. ഗബിയുടെ ആഗ്രഹത്തെപ്പറ്റി അറിഞ്ഞ ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണ് ആദ്യ കുർബാന സ്വീകരണത്തിനായി ഒരുക്കങ്ങൾ നടത്തിയത്. ക്യുർട്ടിബ ആർച്ച് ബിഷപ്പ് മോൺസിഞ്ഞോർ ജോസ് ആന്റോണിയോ പെറൂസോ ആണ് ശുശ്രൂഷകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചത്. ആദ്യ കുർബാന സ്വീകരണത്തോടൊപ്പം സ്ഥൈര്യലേപനവും ഗബി സ്വീകരിച്ചു. Gabriela recebe por este sinal o Espírito Santo, o dom de Deus. ആർച്ച് ബിഷപ്പ് പെരൂസോ തന്നെയായിരുന്നു ഗബിയുടെ തലതൊട്ടപ്പനായത്. ഈശോയെ സ്വീകരിച്ച ഗബിയുടെ മുഖത്ത് അവർണ്ണനീയമായ ആനന്ദമാണ് ദൃശ്യമായത്. ഗബിയുടെ ഇടവകയായ ഇമാക്കുലേറ്റ് ഹാർട്ട് ഓഫ് മേരിയുടെ ഫേസ്ബുക്ക് പേജിൽ ചടങ്ങുകൾ തത്സമയം സംപ്രേഷണം ചെയ്തിരുന്നു. രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾക്കിടയിലും ഈശോയെ സ്വീകരിക്കാനുള്ള ഗബിയുടെ വിശ്വാസ തീക്ഷ്ണത അനേകർക്ക് പ്രചോദനമായിരുന്നു. വളരെയധികം സങ്കടത്തോടെയും ഞെട്ടലോടെയുമാണ് വിശ്വാസി സമൂഹം ഗബിയുടെ മരണവാർത്ത ശ്രവിച്ചത്. ഇടവകയിലെ ഫേസ്ബുക്ക് പേജിലൂടെയാണ് മരണവാർത്ത ലോകത്തെ അറിയിച്ചത്. ഗബിയുടെ കുടുംബത്തിനായും അവളുടെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കാനും ഫേസ്ബുക്ക് പോസ്റ്റിൽ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. വിശുദ്ധ കുർബാനയും മറ്റു കുദാശകളും നിർത്തലാക്കപ്പെട്ട ഈ മഹാമാരിയുടെ നാളുകളിൽ ഈശോയെ സ്വീകരിക്കുവാൻ ഈ 10 വയസ്സുകാരി കാണിച്ച തീക്ഷ്ണത ലോകത്തിന് വെല്ലുവിളിയാവുകയാണ്. ഒഴിവുകഴിവുകൾ പറയാമായിരുന്നിട്ടും ഈശോയെ സ്വീകരിക്കുവാൻ ഈ കൊച്ചുമിടുക്കിയുടെ നിശ്ചയദാർഢ്യത അനേകർക്ക് മാതൃകയും പ്രചോദനവുമാവുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.